ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വക്കം കിച്ചൺ. കുറച്ച് ദിവസമായില്ലേ ഇവിടുത്തെ കിച്ചൺ കണ്ടിട്ട്. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് കേട്ടോ. മിക്കപ്പോഴും അപ്പം ചുടുന്നത് ഞാനായിരിക്കും. കറിയായിട്ട് മുട്ടക്കറിയാണ്. മുട്ടക്കറിയൊക്കെ അമ്മ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള തോരത്തിന് അരിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റും ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്ത തോരനായിരുന്നു. പക്ഷേ അത് കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കോവയ്ക്കയും കൂടെ അരിഞ്ഞിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്തൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ തോരനൊന്നും വെക്കില്ല കേട്ടോ. എനിക്ക് അവിയൽ, സാമ്പാർ അതിൻ്റെ എനിക്ക് വലിയ പ്രിയയില്ല. ഞാനൊന്നും കഴിക്കാറില്ല. അപ്പം ഞാൻ ഈ തോരനെ കഴിക്കാറുള്ളൂ. അതും ബീട്രൂട്ടോ ക്യാരറ്റോ അങ്ങനത്തെ തോരനൊക്കെ കഴിക്കാറുള്ളൂ. അപ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള സാമ്പാറിനും അവിയലിനും മലക്കറി മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. സാമ്പാറില്ല കേട്ടോ, പരിപ്പിടാത്ത സാമ്പാർ. അതിനിവിടെ മലക്കറിക്കറി എന്ന് പറയും. ഞങ്ങളിവിടെ ജാമ്പയൊക്കെ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. പിന്നെ ഞാനും തിങ്കളും കൂടെ കുറച്ച് ജാമ്പയ്ക്കൊക്കെ പറിച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ അവിയലും തോരത്തിനൊക്കെ അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ അവിയലും തോരനുമൊക്കെ എൻ്റെ കുത്തകയാണ്. മറ്റ് കറികളൊക്കെ അമ്മയാണ് വയ്ക്കുന്നത്. ഞാനതിനൊക്കെ അരിയാറേ ഉള്ളൂ. കൂടുതലും അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ തന്നെയാണ് വയ്ക്കുന്നത്. അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാൻ മീൻ കറിയും സാമ്പാറും ഐറ്റംസും ഒക്കെ കാപ്പിക്ക് കറികൾ പോലും ഉണ്ടാക്കാറുള്ളൂ. പിന്നെ മാമ ചന്തയിൽ പോയിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ മീനൊന്നും കിട്ടാനില്ല കൈസ്. നെത്തോലി ഉണ്ടായിരുന്നു, ചാള ഉണ്ടായിരുന്നു. നെത്തോലി ഇന്നത്തേക്ക് എടുത്തിട്ട് ചാള നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാമ്പഴം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ മാമ്പഴം എടുത്ത് ഞാനെന്തെങ്കിലും കൊണ്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇവരൊന്നും ജ്യൂസ് അടിച്ചാൽ കുടിക്കത്തില്ല. ഞാനെന്തെങ്കിലും ജ്യൂസ് അടിച്ചിട്ടേ കുടിക്കാറുള്ളൂ. പിന്നെ മീനൊക്കെ കണ്ടിക്കുന്ന അമ്മയാണ്. നെത്തോലിയാണല്ലോ അവൻ്റെ. അപ്പോഴത്തേക്ക് അമ്മ നെത്തോലി നുള്ളാൻ പോയി ഞാൻ ജ്യൂസ് അടിക്കുന്ന നേരം കൊണ്ട്. പിന്നെ മീൻ കറിയും സെറ്റായിട്ടുണ്ട്. മീൻ കറിയും തിളയ്ക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.